Nishi's Kitchen Vlogs like Swagadam in the Ndakitid Vishu special pineapple Pachadi. The Nanipundakid, Tekan Jilla in Dakan style. Upper Ndakanoka. Janida, Varipam or pineapple in the Pagadi, Vala Serda, Murchetinde. Is any which had come in the Adpatur Patratilekada. ഇതിലേക്ക് വാവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവുന്ന സമയം പച്ചടിയിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. എരിവിന് വേണ്ടുന്നത്ര പച്ചമുളകോ കാന്താരി മുളകോ ചേർക്കാം. ഞാനൊരു 6 കാന്താരി മുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാന്താരി മുളകുള്ള സമയത്ത് നാടൻ കറിക്കെല്ലാം കാന്താരി മുളകാ ചേർക്കല്, അതുകൊണ്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും കാന്താരി മുളകും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് ഒരു ചതച്ച ഭാഗത്തിന് അരച്ചെടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ലിഡിന് ഒട്ടിപ്പിടിക്കും ചിലപ്പം. കടുക് ചതച്ച ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇത് വാവാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് സമയമായി. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 2 മിനിറ്റ് തിളപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് മുളക് പൊടി ചേർക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം. ഇതിന് 2 മിനിറ്റ് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചെടുത്ത് ചേർക്കാം. ഇതിന് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. അധിക സമയം തിളക്കണ്ട. തീ ഓഫ് ചെയ്ത ശേഷം അടുപ്പിന്ന് ഇറക്കി വെച്ച് ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഇത് നല്ല പുളിയിലെ തൈരാണ്. നിങ്ങൾക്ക് പുളിയുടെ ആവശ്യത്തിന് വേണ്ടുന്നത്ര തൈര് ചേർക്കാം. തൈര് സ്പൂൺ കൊണ്ട് നല്ലോണം ഉടച്ച് ചേർക്കാം. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ പൈനാപ്പിൾ പച്ചടി റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനു മുമ്പ് ഇതൊരു ബൗളിലേക്ക് വിളമ്പാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, അറിയാലോ. ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പച്ചടിയിലേക്ക് ചേർക്കാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.